ഇപ്പോൾ നമ്മുടെ ഒപ്പം പങ്കുചേരുന്നത് കേരള കൗമുദി പത്രത്തിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫ് പ്രസൂണസ് കണ്ടത്താണ്. പ്രസൂൺ, ഈ വലിയ പ്രധാനപ്പെട്ട ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ഔട്ട്കം ഈ ഒരു 3 നേതാക്കൾക്കും എങ്ങനെയായിരിക്കുമെന്നാണ് ഒന്ന് വിലയിരുത്താൻ കഴിയുന്നത്? നമുക്ക് കിട്ടിയ വിവരങ്ങൾ നോക്കുമ്പോൾ അവസാന ലാപ്പിൽ KC വേണുഗോപാലും VD സതീശനും മാത്രമായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. അത് പ്രകാരം ഇവരിൽ 2 പേരിൽ KC വേണുഗോപാലിന്റെ സാധ്യതയും KC വേണുവിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉയരുന്ന ഒരു ജനവികാരം, അത് KCക്ക് ഒരു വില്ലൻ പരിവേഷം കേരളത്തിൽ ഉടനീളം ഉയർന്നു വരുന്നതായിട്ട് ഒരു വിവരം ഹൈക്കമാൻഡിൽ ലഭിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കുകയാണെങ്കിൽ KCക്ക് മേലിൽ പിന്മാറാനുള്ള സമ്മർദ്ദം പ്രത്യേകിച്ച് ഇന്നലെ നന്നായിട്ടുണ്ട്. ആ രീതിയിൽ അദ്ദേഹം പിന്മാറുകയാണെങ്കിൽ VDക്ക് ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നു. അതല്ലെങ്കിൽ നിലവിൽ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുള്ള KCക്ക് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കമുള്ളത്. അതൊരു ഡൽഹി രാഷ്ട്രീയത്തിലൊരു KC വേണുഗോപാൽ തിരിച്ചടിയാവില്ല അവർ പെരുമാറുന്നത്, അതോ ഗുണമായിരിക്കുമോ? തീർച്ചയായും ഒരു കേരളത്തിൽ സ്വന്തം നാട്ടിൽ ജനങ്ങളുടെ പിന്തുണയില്ലാത്ത നേതാവ് എന്ന ഒരു പരിവേഷം തീർച്ചയായും ഉണ്ടാകും. പക്ഷേ അദ്ദേഹം ഇവിടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, അധികാരമുള്ള പദവിയിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഡൽഹിയിൽ തുടരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ നാണക്കേട് കുറച്ചു കാലം ഉണ്ടാവും, അതങ്ങ് സഹിക്കേണ്ടി വരും. അപ്പോൾ VD സതീശനാണെങ്കിലോ എങ്ങനെയാണ്? VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിൽ ചേരില്ല, പുറത്തു നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വീണില്ലെങ്കിൽ കാരണം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാർക്ക് ഒരു ക്ഷാമവുമില്ല. VD സതീശൻ അങ്ങനെ ഒരു ആത്മഹത്യാപരമായ നീക്കം നടത്തിയാൽ അത് VD സതീശൻ തന്നെ തിരിച്ചടിയാവുകയുള്ളൂ. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതല്ലാതെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുതരം പ്രഷർ ടാക്ടിക്സ് ആണ്. അത് പൊളിറ്റിക്സിനെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കലും ചേരാതിരിക്കില്ല എന്നാണ്. പിന്നെ KC മുഖ്യമന്ത്രിയായാലും VD സതീശൻ മന്ത്രിസഭയിൽ ചേരാതിരിക്കില്ല എന്നാണോ? തീർച്ചയായും അതിനുള്ള ഒരു പാക്കേജ് ആയിരിക്കണം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പാക്കേജ് ആയിരിക്കും അത്? തീർച്ചയായും അദ്ദേഹത്തിന് നല്ലൊരു വകുപ്പ് കൊടുക്കുക, അദ്ദേഹം നിർദ്ദേശിക്കുന്നവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക, അതൊക്കെ തന്നെ ആയിരിക്കണം. പാർട്ടിയിൽ അല്ലെങ്കിൽ UDFൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഒരു നല്ലൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതായിരിക്കണം. അല്ല, അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ കേരളത്തിലെ എങ്ങനെയുള്ള പ്രതികരണമായിരിക്കും ഹൈക്കമാൻഡ് ഇവിടെ നിരീക്ഷിക്കുന്നത്? തീർച്ചയായും ഒരു വ്യാപകമായ എതിർപ്പുകളുണ്ടാകും. നമ്മൾ വ്യക്തിപരമായിട്ട് കേരളത്തിലെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നാട്ടിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നുണ്ട്, അവരിൽ VDയെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ പലരും പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ബൂത്ത് തലത്തിൽ, ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിലൊക്കെ ഒരു തുരുതുരാവുള്ള അല്ലെങ്കിൽ രാജി സമ്മർദ്ദം അല്ലെങ്കിൽ രാജി ഭീഷണി അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊരു കുറച്ച് ദിവസം എന്തായാലും അത്തരം ഒരു കാഴ്ചകൾ നമ്മൾ എന്തായാലും കാണേണ്ടി വരും. പക്ഷേ ഒടുവിൽ കോൺഗ്രസ് മാനേജ് ചെയ്ത് പോകുന്നു. തീർച്ചയായും, കാരണം ഭരണമാണല്ലോ വലുത്. കാരണം 10 വർഷത്തെ ക്ഷാമത്തിന് ശേഷം കിട്ടുന്ന ഒരു ഭരണമാണ്. ആ ഒരു ഭരണത്തിൻ്റെ ആനുകൂല്യം തീർച്ചയായും ഈ പറയുന്ന താഴേക്കടയിലുള്ള പ്രവർത്തകർക്കും ലഭിക്കേണ്ടതുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പം KC മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ, അദ്ദേഹം ഒരു ജനകീയ മുഖ്യമന്ത്രിയായി മാറിയാൽ, ഇപ്പം അദ്ദേഹം വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തോൽക്കുമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ അദ്ദേഹം 6 മാസം കൊണ്ടെടുക്കുന്ന ഒരു നീക്കത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൂടെ അദ്ദേഹത്തിന് ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കാം. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു അനിശ്ചിതത്തിന് ഏറ്റവും ഒടുവിൽ ഇതെല്ലാം പ്രഷർ ടാക്ടിക്സ് ആണ് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച അവിടെ വസതിയിൽ പുരോഗമിച്ചു വരികയാണ്. 3 ക്യാമ്പുകളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. KC